റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു മെഴുക്ക് വരട്ടിയാണ്. അതെങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയുന്നൊരു വിഭവം തന്നെയാണ്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു 1/4 കിലോ വെണ്ടക്ക എടുത്തിട്ടുണ്ട്, ഒരു 250 ഗ്രാം. അതിന് ചെറുതായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. ഇതേപോലെ ഇതിനെ ഞെട്ടി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ചെറിയതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ വെണ്ടക്ക നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് മുഴുവനായിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു വഴുവഴുപ്പ് ഉണ്ടാവും ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അധിക പേർക്കും വെണ്ടക്ക ഇഷ്ടമല്ലാത്തതിൻ്റെ വഴുവഴുപ്പ് കാരണമാവും. പക്ഷെ അത് പോകാൻ ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. കുറച്ച് ഇതേപോലെ സുറുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, അത് മതി. അപ്പോൾ വിനാഗിരി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് വെറുതെ ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. നല്ല പോകുമെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ഒരു പരിധി വരെയൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഉരുളിപ്പാത്രമാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇത് പൊട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് സുറുക്ക് ചേർത്തുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഉണ്ടോ, വല്ലാതെ കൊഴുപ്പൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് നമുക്കൊന്ന് നല്ലൊന്ന് മുരിച്ച പോലെ ആക്കിയെടുക്കണം. അപ്പോൾ വെണ്ടക്കൊക്കെ നല്ല വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ സൈഡിലേക്ക് ആക്കാം. ഈ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്, ഇത് ഇതിലേക്ക് പൊട്ടിച്ച് പാരാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവരും കൂടി കഴിച്ചു പോകും ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ചിലർക്കൊക്കെ അറിയുന്നതാണ്, നല്ല അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോഴിമുട്ടൊക്കെ നന്നായിട്ട് ചെക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം പാടെ കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ടക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ ചോറിനൊക്കെ നല്ലൊരു
കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു വെണ്ടക്ക മെഴുക്കുവരട്ടി. ഇനി തീ ഓഫാക്കാം. ഇനി ഇത് ഇറക്കി വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നും പറയാല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വെണ്ടക്കൊന്ന് വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് ചോറിനെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളിയൊരു വെണ്ടക്ക മെഴുക്ക് വരട്ടിയാണിത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.